ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവളെ അടുത്തേക്കായി കണ്ണടിയിട്ട് ബടായിക്കിട്ട് പോകുന്നത് നിങ്ങൾ ചിന്തിക്കണ്ട ഗൈസ്. എനിക്ക് ഇച്ചിരി ബടായി കൂടുതൽ എന്താണെന്നറിയില്ല. എനിക്ക് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് ഭയങ്കര മടിയാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കും. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. എനിക്ക് അക്ഷയയിൽ പോകാനുണ്ട്, ടൗണിൽ പോകാനുണ്ട്, കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ സീലാൻഡ് കോംപ്ലക്സിലെ അക്ഷയാണ് കേട്ടോ, അക്ഷയ കേന്ദ്രം. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് സർട്ടിഫിക്കറ്റ് പരിപാടികളൊക്കെ ആക്കാനുണ്ട്. അങ്ങനെ അവിടെ പോയി. ഞാൻ സ്ഥിരം പോകുന്ന സ്ഥലമാണ്. ആദ്യമില്ലേ അക്ഷയ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. കാരണം സോഷ്യൽ മീഡിയയിലെല്ലാം അക്ഷയ ചേച്ചിമാരെ പറ്റിയിട്ട് ഫുൾ നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ വിചാരിച്ച് കിടപ്പുമ്പോഴത്തേക്ക് പ്ലിങ്ങായി പോയി ഗായ്സ്. നല്ല ചേച്ചിമാർ വെച്ചാൽ നല്ല ചേച്ചിമാർ പാവം. അങ്ങനെ പിന്നെ ഇവിടെ ഭയങ്കര തിരക്ക്. മറ്റേ ഗ്യാസിൻ്റെ എന്തോ ഫോട്ടോ എല്ലാം വെച്ചിട്ടെല്ലാം എന്തോ ഇത് ചെയ്യണമെന്ന് പറയുന്ന കേട്ടെന്നല്ലേ. അതിൻ്റെ തിരക്കാന്ന് തോന്നുന്നു, ഫുള്ള് തിരക്കാം. അങ്ങനെ പിന്നെ ഇവിടെ കുറേ നിന്ന് ഇടുക നിങ്ങൾക്ക് കൊതുക് വാടിയിടലൊക്കെ അടിക്കുന്നത് പ്രാന്തം പിടിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കണ്ടിട്ടാ, എൻ്റെ പഴയ ചങ്ങായിമാരെ ഇവർ കുറേ വർഷം ഞാൻ കാണാത്ത പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണുന്നതാണ് അവരെ. അങ്ങനെ അക്ഷയയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഷോപ്രിക്സിലേക്കാണ്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിന്. എൻ്റെ മോനെ കുറച്ച് ഓർഡർ തന്നിന്, അപ്പോൾ അതെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. ഇത് കണ്ടോ, ഇതെൻ്റെ മോൻ്റെ ഫേവററ്റ് ആപ്പിളാണ്, പിങ്ക് ലേഡി. കുറച്ച് പൈസ അധികമാണ്, പക്ഷേ ഓക്കെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഏടെ കണ്ണടി കണ്ടാലും ഞാനവിടെ നോക്കും. എന്താണെന്നറിയില്ല, എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം കിട്ടുന്ന കാര്യം നമ്മൾ വെറുതെ എന്തിനാ മുടക്കുന്നേ. അപ്പോൾ അങ്ങനെ ആ ഷോപ്രിക്സിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എൻ്റെ കടിയിലെ സ്പോട്ടിലേക്ക് ഞാൻ പോയി. കടിയിലെ സ്പോട്ട് ഇതാണ്, പേരൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല കേട്ടോ. കാക്കത്തോടിൻ്റെ അടുത്ത കടി എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തേക്ക് അടുത്തേക്ക് പോയി അവിടെ നിന്ന് കടിയൊക്കെ വാങ്ങി. അവിടെ ആകുമ്പോൾ നല്ല നല്ല ഫ്രഷ് കടികൾ കിട്ടും. പാവാന്ന് അമ്മ പറയും പുതിയ തന്നെയല്ലേ, അപ്പോൾ പറയും പുതിയ തന്നെ. ഇപ്പോൾ പുതിയ തന്നെ അധികം കിട്ടല്ലേ, നല്ല സാധനങ്ങൾ ആടെ ഉള്ളൂ. ഭയങ്കര തിരക്കാണ്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ തിരിച്ച് പോകുമ്പോഴത്തേക്കുണ്ടടാ ടൗണിൽ ഫുള്ളും തിരക്ക്. ഇതെന്താ അപ്പം ഇങ്ങനെ ബ്ലോക്ക്, കേണിഞ്ഞ റബ്ബേ. അങ്ങനെല്ലാം വിചാരിച്ചിട്ട് പോയിന്. ഇതാ കേട്ടോ ഞാൻ വാങ്ങിയ സാധനങ്ങൾ. അങ്ങനെ കുറച്ച് ക്ഷീണമായി, അക്ഷയെല്ലാം പോയതല്ലേ. അപ്പോൾ ഞാൻ വെച്ച് ഏതായാലും MRIയിൽ കയറി ക്ഷീണം മാറ്റിയേക്കാൻ. അപ്പം ഞാൻ വിചാരിക്കും MRI ക്ഷീണം മാറ്റുന്ന കേന്ദ്രമാണോ. അതേ ഗൈസ്, എൻ്റെ ക്ഷീണം മാറണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് MRI പോയിട്ട് കോഫി കുടിക്കണം. അങ്ങനെ MRI പോയി കോഫിയും കുടിച്ച് 2-3 കടികൾ ഞാനും തിന്ന് വീട്ടിലേക്കും വാങ്ങി. എനിക്ക് മാത്രമല്ലല്ലോ, വീട്ടുകാർക്ക് ക്ഷീണം ഉണ്ടാവില്ലേ, അപ്പോൾ അവരെയും കൂടി സന്തോഷിപ്പിക്കണ്ടേ. അങ്ങനെ MRIയിൽ എൻ്റെ പൈസയും കൊടുത്ത് പിന്നെ ഞാൻ വിചാരിക്കും ഇതൊന്നും നിർത്താൻ കഴിയുന്നില്ല ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി നമ്മൾ ഇക്കാൻ്റെ ഫ്രൂട്ട്സ് അടയുന്നത് എൻ്റെ ഇത്താത്ത പിന്നെ പുറത്താന്നപ്പോൾ അവൾ മക്കൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ അത് വാങ്ങി. ഇക്കാൻ്റെ അടുത്ത് നല്ല ഫ്രൂട്ട്സേ ഉണ്ടാവും, പക്ഷേ കുറേ ഐറ്റംസ് ഉണ്ടാവില്ല. ഉള്ള ഐറ്റംസ് നല്ല അടിപൊളി സാധനമായിരിക്കും, തട്ടുമുട്ടും ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം വാങ്ങി ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു വിധമായിന്. പുറത്തൊക്കെ പോയി വന്നാൽ ഇതന്നെ അവസ്ഥ. ഭയങ്കര മടുപ്പാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.